നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഇടയശ്രേഷ്ഠന് വിട. തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. അന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് 2:50 ജൂബിലി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ. വിടവാങ്ങുന്നത് സൗമ്യമായ പെരുമാറ്റത്തിലൂടെ സഭയുടെയും പൊതുസമൂഹത്തിന്റെയും പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തി. ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് കാലാവധി. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷം സെപ്റ്റംബർ 30 രാത്രി ചുമതലയേൽക്കും. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പാർട്ടിയും മുന്നണിയും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കെ മുരളീധരൻ. ശുചിത്വത്തിന്റെ പേരിലുള്ളത് രാഷ്ട്രീയമായ കേസുകളെന്നും മുഖ്യമന്ത്രിക്കെതിരായി സമരം ചെയ്ത എല്ലാവർക്കെതിരെയും കേസുകളുണ്ടെന്നും മുരളീധരൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ അതിരൂപത മുഖപത്രികയായ കത്തോലിക്ക സഭയുടെ സെപ്റ്റംബർ ലക്കത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ MA ജോൺസൺ എഴുതിയ ലേഖനത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെ എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി അതിരൂക്ഷ വിമർശനം. RSS നടത്തിയ ഗൂഢതന്ത്രത്തിൽ മെത്രാൻമാർ വരെ വീണുപോയെന്നും ലേഖനം. കുട്ടികൾക്കിനി ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട. ഇരുമ്പടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ചു നൽകിയ UV പ്ലാന്റിന്റെയും വാട്ടർ വെസലിന്റെയും ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. ഇടയശ്രേഷ്ഠന് വിട. തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 2:50 തൃശൂർ ജൂബിലി മെഡിക്കൽ മിഷൻ കോളേജിലായിരുന്നു അന്ത്യം. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ സഭയുടെയും പൊതുസമൂഹത്തിന്റെയും പ്രിയങ്കരനായ ഇടയശ്രേഷ്ഠനാണ് വിടവാങ്ങുന്നത്. 94 വയസ്സായിരുന്നു. 2007 ജനുവരി മുതൽ കാച്ചേരിയിലെ മൈനർ സെമിനാരിയിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കുറച്ചു ദിവസമായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച ലൂർദ് കത്തീഡ്രലിലെ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഉച്ചയ്ക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. വൈകിട്ട് SKD സന്യാസി മഠത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന കല്ലറയിൽ കബറടക്കും. കോട്ടയം ജില്ലയിലെ പാല വിളക്കുമാടത്ത് കർഷക ദമ്പതികളായ കുര്യന്റെയും റോസയുടെയും 4ാമത്തെ മകനായി 1930 ഡിസംബർ 13 ജനനം. കുടുംബം പിന്നീട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലേക്ക് കുടിയേറുകയായിരുന്നു. 1956 ഡിസംബർ 22 റോമിൽ വെച്ച് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. പട്ടത്വത്തിനു ശേഷം അദ്ദേഹം അവിടെ പഠനം തുടർന്നു. റോമിലെ ലേറ്ററൻ സർവകലാശാലയിൽ നിന്ന് കാനൻ സിവിൽ നിയമങ്ങളിൽ ഡോക്ടറേറ്റ് നേടി. 1973 പുതുതായി സ്ഥാപിച്ച മാനന്തവാടി രൂപതയുടെ ആദ്യ ബിഷപ്പായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതുവരെ അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചു. 1973 മെയ് 1 അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ചു. അതിരൂപതയിൽ 1 പതിറ്റാണ്ട് മെത്രോപൊലിത്തയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഭയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് വഴികാട്ടിയായത് തൂങ്കുഴിയായിരുന്നു. മേരിമാത മേജർ സെമിനാരി, ജീവൻ TV, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, മഹാജൂബിലി ട്രെയിനിംഗ് കോളേജ്, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി കത്തോലിക്ക സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെയാണ്. CBCIയുടെ ആദ്യ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ജീവൻ TVയുടെ സ്ഥാപക ചെയർമാനാണ്. 2 തവണ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചു. 1997 മാർ ജേക്കബ് തൂങ്കുഴി തൃശൂർ അതിരൂപതയുടെ അധ്യക്ഷനായി നിയമിതനാകുന്നത്. കൈവച്ച കർമ്മരംഗങ്ങളിലെല്ലാം മികവിന്റെ കയ്യൊപ്പു ചാർത്തിയാണ് പ്രാർത്ഥനാപൂർണമായ ഈ സാർത്ഥജീവിതം ഓർമ്മയാകുന്നത്. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകുവാൻ വിധി. പുന്നിയൂർ അകലാട് കല്ലിവളപ്പിൽ വീട്ടിൽ അബൂബക്കറിന്റെ മകൻ ഷെഫീഖിനെയാണ് പോക്സോ കോടതി ജഡ്ജ് S. ലിഷ ജീവിതാവസാനം വരെ ശിക്ഷിച്ചത്. 2021 ഒക്ടോബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ മാതാവ് മലപ്പുറം ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇൻസ്പെക്ടറായിരുന്ന അമൃതരംഗനാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് KN അശ്വതി എന്നിവർ ഹാജരായി. ഈ കേസിൽ
6 വയസ്സുകാരി എന്നുള്ള നിലയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ അമൃതരംഗൻ ആരെങ്കിലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡിലേക്ക് കൗൺസിലിങ്ങിനെ റെഫർ ചെയ്ത് ആ റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികളും സ്വീകരിച്ചത്. അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കേസിൽ തെളിവുകൾ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് കോടതിയിൽ പ്രതിഫലിപ്പിക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൻ്റെ അന്തിമ വിജയത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും പോക്സോ കോടതി ജഡ്ജി ലിഷ മാഡം ഈ പ്രതിക്ക് 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ള ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് 3 ജീവപര്യന്തവും അതിൽ പ്രത്യേകിച്ച് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ജീവിതാവസാനം വരെ ശിക്ഷ അനുഭവിക്കണമെന്നുള്ള വ്യവസ്ഥയോട് കൂടിയിട്ടുള്ള ശിക്ഷ നൽകിയിട്ടുള്ളത്. ഇത്തരക്കാർക്ക്, ഇത്തരം കുട്ടികളോടുള്ള ക്രൂരത കാണിക്കുന്നവർക്ക് ഈ വിധി ഒരു പാഠമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം നട തുറന്നപ്പോഴായിരുന്നു നറുക്കെടുപ്പ്. ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയടത്തുമന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. രാവിലെ ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുമ്പാകെ നടന്ന അഭിമുഖത്തിൽ യോഗ്യരെന്ന് കണ്ടെത്തിയ 51 അപേക്ഷകരുടെ പേരുകൾ ശ്രീലകത്തിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചു. ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി കവപ്പറമാറത്ത് അച്യുതൻ നമ്പൂതിരി വെള്ളിക്കുടത്തിൽ നിന്നും നറുക്കെടുത്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ സംബന്ധിച്ചു. 63 അപേക്ഷകരിൽ 8 പേർ കൂടിക്കാഴ്ചയ്ക്കെത്തിയില്ല. 4 പേർ കൂടിക്കാഴ്ചയിൽ അയോഗ്യരായി. 59കാരനായ നിയുക്ത മേൽശാന്തി പാലക്കാട് ശ്രീകൃഷ്ണപുരം പിലിമംഗലം സ്വദേശിയാണ്. MA B.Ed ബിരുദധാരിയാണ്. ചുമതലയേറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഭജനത്തിനുശേഷം സെപ്റ്റംബർ 30 രാത്രി ചുമതലയേൽക്കും. 6 മാസം പുറപ്പെടാശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പൂജാകർമ്മങ്ങൾ നിർവഹിക്കും. എനിക്ക് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ മേൽശാന്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പൂജയൊക്കെ പഠിച്ചത്. വലിയൊരു ഭാഗ്യമായിട്ട്, ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ 6 മാസക്കാലം ഭഗവാനെ കുറ്റകുറ്റങ്ങളൊന്നും കൂടാതെ സേവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. പാറേമ്പാടത്ത് സംസ്ഥാന പാതയിൽ പൈപ്പ് പൊട്ടിയ ഭാഗം അറ്റകുറ്റപ്പണി നടത്തി. നവീകരിച്ച റോഡ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. 1 മാസത്തിനിടെ 3ാം തവണയാണ് ഇവിടെ പൈപ്പ് പൊട്ടുന്നത്. സംസ്ഥാന പാതയുടെ നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല. അയ്യപ്പത്ത് റോഡിന് സമീപം 2ഇടത്തും പാറേമ്പാടത്ത് 4 ഭാഗത്തും റോഡ് പണി പൂർത്തിയാക്കാനുണ്ട്. കൊങ്ങണൂർ CV ശ്രീരാമൻ റോഡിന് സമീപം കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അക്കിക്കാവിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പണികൾ തുടങ്ങിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അക്കിക്കാവ് മുതൽ പെരുമ്പ്ലാവ് സെന്റർ വരെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാക്കുകയും റോഡ് നവീകരണം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കും വരെ പാർട്ടിയും മുന്നണിയും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് K മുരളീധരൻ. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന് വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കകത്തും പുറത്തും സുജിത്തിന്റെ നീതിക്ക് വേണ്ടി പോരാടും. കുറ്റക്കാരായ പോലീസുകാരെ ഒരു കാരണവശാലും യൂണിഫോം ഇടാൻ അനുവദിക്കില്ലെന്നും അതിനായി പാർട്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭയിൽ സുജിത്തിന്റെ പേരിൽ കേസുണ്ടെന്ന് പറഞ്ഞത് രാഷ്ട്രീയമായ കേസുകൾ മാത്രമാണ്. മുഖ്യമന്ത്രിക്കെതിരായി സമരം ചെയ്ത എല്ലാവർക്കെതിരെയും കേസുണ്ട്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പാർട്ടി നേരിടും. മുഖ്യമന്ത്രി എന്ത് ഭീഷണിപ്പെടുത്തിയാലും വഴങ്ങില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇനി യൂണിഫോം ഇട്ട് നടക്കില്ലെന്നും യൂണിഫോം ഇട്ടാൽ തന്നെ പാർട്ടി പ്രവർത്തകർ അവരെ കൈകാര്യം ചെയ്യുമെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. പറഞ്ഞ സുജിത്തിനെതിരായിട്ട് കേസ് ഉണ്ടെന്ന്, അത് രാഷ്ട്രീയമായിട്ടുള്ള കേസുകളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊക്കെ എത്ര കേസുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ സമരിക്കുന്നവർക്കെതിരായിട്ടൊക്കെ കേസാണ്. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി നേരിടും. മുഖ്യമന്ത്രി എന്ത് ഭീഷണിപ്പെടുത്തിയാലും ശരി, ഞങ്ങൾ വഴങ്ങില്ല. ആ ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണവശാലും യൂണിഫോം ഇട്ട് നടക്കില്ല. ഇനി യൂണിഫോം ഇട്ടാൽ പാർട്ടി പ്രവർത്തകർ അവരെ കൈകാര്യം.
DCC ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചിറ, DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK രമേശ്, നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിന് മുൻപിൽ സീബ്ര ലൈൻ വരച്ചു. സീബ്ര ലൈൻ മാഞ്ഞതിനാൽ വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ പ്രയാസം നേരിട്ടിരുന്നു. സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് റോഡ് നിർമ്മാണം നടക്കുമ്പോൾ വാഹനങ്ങളിലെല്ലാം സ്കൂളിന് മുന്നിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. താലൂക്ക് വികസന സമിതി യോഗത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ സ്കൂളിന് മുൻപിൽ സീബ്ര ലൈൻ വരച്ചത്. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണന്റെ 4ാമത്തെ പുസ്തകം പ്രകാശനം ചെയ്തു. ഭാരതരത്നം MS സുബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജൻ സദാശിവത്തിന്റെയും 57 വർഷത്തെ സംഗീത ജീവിതയാത്രയെ ആസ്പദമാക്കി BK ഹരിനാരായണൻ രചിച്ച ശിവം ശുഭം എ ബയോഗ്രഫി ഓഫ് എ കപ്പിൾ എന്ന ഇംഗ്ലീഷ് പതിപ്പാണ് പ്രകാശനം ചെയ്തത്. MS സുബലക്ഷ്മിയുടെ 109ാം ജന്മദിനത്തിൽ ഗുരുവായൂർ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ, MS സുബലക്ഷ്മിയുടെ കൊച്ചുമകൻ V ശ്രീനിവാസൻ, മലയാളത്തിലെ മുൻനിര പാട്ടെഴുത്തുകാരും സംവിധായകരും ഗായകരും നിരൂപകരുമായ ഡോക്ടർ ശ്രീവത്സൻ J മേനോൻ, ബിജി ബാൽ, രാജശ്രീ വാര്യർ, ഷിബു ചക്രവർത്തി, സിതാര കൃഷ്ണകുമാർ, സന്നിധാനന്ദൻ, അഡ്വക്കേറ്റ് വിജയരാഘവൻ, ശ്രീനിവാസൻ, പൈപ്പിൻ തോമസ് തുടങ്ങിയവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് വിശിഷ്ട വ്യക്തികൾ ആശംസകൾ അർപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM വേണു സ്വാഗതവും ഗ്രന്ഥകർത്താവ് BK ഹരിനാരായണൻ നന്ദിയും പറഞ്ഞു. സഹോദരൻ BK പരമേശ്വരനും പുസ്തകരചനയിൽ സഹായിച്ചതായി ഹരിനാരായണൻ പറഞ്ഞു. MS സുബലക്ഷ്മിയെക്കുറിച്ചുള്ള പുസ്തകമാണ്. MS സുബലക്ഷ്മിയെക്കുറിച്ച് മാത്രമുള്ള പുസ്തകമല്ല, MS സുബലക്ഷ്മിയും ഭർത്താവ് സദാശിവത്തെയും T സദാശിവത്തെയും കുറിച്ചുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഗീതം മാത്രമല്ല, അവർക്കിടയിലുള്ള പ്രണയവും സ്നേഹവും ഒക്കെയുണ്ട്. ശിവം ശുഭം എന്ന് പേരിടാൻ കാരണം അവർ അവസാനം ജീവിച്ച വീടിൻ്റെ പേരാണിത്, ശിവം ശുഭം എന്നുള്ളത്. ശിവം സദാശിവത്തിലെ ശിവവും ശുഭം സുബലക്ഷ്മിയിലെ ശുഭവുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം സെയിം മീനിങ് ആണെന്നാണ് പറയുന്നത് ഈ വേർഡിന്. അതുകൊണ്ടാണ് അവരിട്ടത്. അപ്പോൾ സെയിം മീനിങ് ഉള്ള 2 വാക്കുകൾ അതുപോലെയായിരുന്നു അവർ. അപ്പോൾ അവരുടെ ഒരു പാരസ്പര്യം, പ്രണയം, സംഗീതം ഒക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ശിവം ശുഭം ഇംഗ്ലീഷിലാണ്. എൻ്റെ കൂടെ കോറൈറ്ററായിട്ട് BK പരമേശ്വരനുണ്ട്. തൃശൂർ കറൻ ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകത്തിന്റെ കവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജയറാം രാമചന്ദ്രനാണ്. സുബലക്ഷ്മിയെയും സദാശിവത്തെയും കുറിച്ചുള്ള ആധികാരിക ജീവചരിത്രമാണ് പുസ്തകമെന്ന് പേരക്കുട്ടി ശ്രീനിവാസൻ സാക്ഷ്യപ്പെടുത്തി. After today's program, my daughters would be singing, and my mother, Radha Vishwanathan, who painstakingly passed the divine legacy of MS Amma to my daughters, she will be smiling from the heavens. Today is a very auspicious day, and I thank Hari Narayanan for making this tremendous effort to bring this book to not only to the people of Kerala, but since it is in English, it is also for the people of our country and indeed an international audience. പ്രശസ്ത സംഗീതജ്ഞ MS സുബലക്ഷ്മിക്ക് സംഗീത പ്രണാമം അർപ്പിച്ച് കണ്ണന് മുൻപിൽ പേരക്കുട്ടികളുടെ കച്ചേരി. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് S ഐശ്വര്യയും S സൗന്ദര്യയുമാണ് സംഗീത കച്ചേരി അവതരിപ്പിച്ചത്. വയലാർ രാജേന്ദ്രൻ വയലിൻ, ഡോക്ടർ പാലക്കാട് K ജയകൃഷ്ണൻ മൃദംഗം, കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടം എന്നിവർ പക്കമേളമൊരുക്കി. സുബലക്ഷ്മിയുടെയും ഭർത്താവ് ത്യാഗരാജ സദാശിവത്തിൻ്റെയും ജീവിതത്തെപ്പറ്റി കവി BK ഹരിനാരായണൻ രചിച്ച ഗ്രന്ഥത്തിന്റെ പ്രകാശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കച്ചേരി. ഗുരുവായൂരപ്പന്റെ പരമഭക്തയായിരുന്ന സുബലക്ഷ്മി 1989 ഗുരുവായൂരിൽ അവസാനമായി എത്തിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുവാനായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ച് നൽകിയ UV പ്ലാന്റിന്റെയും വാട്ടർ വെസലിന്റെയും ഉദ്ഘാടനം നടന്നു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസനും സ്കൂളിലെ വിദ്യാർത്ഥികളും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്.
കഴിഞ്ഞ വർഷം സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്നാണ് കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ സൊസൈറ്റി തീരുമാനിച്ചത്. നിലവിൽ ഹൈസ്കൂൾ കിണറ്റിൽ നിന്ന് എത്തിക്കുന്ന വെള്ളം UV ഫിൽട്ടറിലൂടെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിന് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A. മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഷെമീർ ഇഞ്ചിക്കാലയിൽ, എരുമപ്പെട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, MC ഐജു, KB ബബിത, PTA പ്രസിഡന്റ് PT സുശാന്ത്, MPTA പ്രസിഡന്റ് സിനി ഷാജു എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക KA സുജിനി സ്വാഗതവും SMC ചെയർമാൻ MM ഗിരീഷ് നന്ദിയും പറഞ്ഞു. സംഘടനാംഗങ്ങളായ ജിനാഷ് തെക്കേക്കര, EMK ജിഷാർ, സക്കറിയ ചീരൻ, AA ഹസൻ, PM ബെന്നി, പേൾജു ബേബി ചുങ്കത്ത്, C രാകേഷ് രാജ് എന്നിവർ സന്നിഹിതരായിരുന്നു. കുടിവെള്ള ലഭ്യതയ്ക്കായി 5000 കുടുംബങ്ങൾക്ക് സൗജന്യ ഗാർഹിക കണക്ഷൻ നൽകി ഗുരുവായൂർ നഗരസഭ. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അമൃത് പദ്ധതിയിൽ നടപ്പിലാക്കി വരുന്ന കുടിവെള്ള വിതരണ മേഖലയിലെ പ്രധാന സെക്ടറിൽ 11.7 കോടി രൂപ വകയിരുത്തി 5000 കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന്റെ വിതരണ ഉദ്ഘാടനം 25-ാം വാർഡിൽ മലർമ്പ് പ്രദേശത്ത് നടന്നു. ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കണമെന്ന നഗരസഭയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് പൂർത്തീകരിച്ചതെന്ന് ചെയർമാൻ പറഞ്ഞു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷാനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിർവഹണം നടത്തുന്ന വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. നീലിമ പദ്ധതി വിശദീകരണം നടത്തി. മലർമ്പിലെ കണ്ടംപള്ളി രാജന്റെ വീട്ടിൽ ടാപ്പ് തുറന്നായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, വാർഡ് കൗൺസിലർ ബിന്ദു പുരുഷോത്തമൻ, ജനതാദൾ നേതാവ് മോഹൻദാസ്, ഗുരുവായൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹിമ എന്നിവർ സംസാരിച്ചു. സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ അതിരൂപത മുഖപത്രികയായ കത്തോലിക്ക സഭയുടെ സെപ്റ്റംബർ ലക്കത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ MA ജോൺസൺ എഴുതിയ ലേഖനത്തിലാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെ എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി ഉപയോഗിച്ച് RSS നടത്തിയ ഗൂഢതന്ത്രത്തിൽ മെത്രാൻമാർ വരെ വീണുപോയെന്നും ലേഖനത്തിൽ പരാമർശമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 1,46,673 വോട്ടുകളാണ് കൂടിയത്. 10.99% വോട്ടുകളുടെ വർധനവാണ് ഉണ്ടായത്. സുരേഷ് ഗോപി വിജയിച്ചതാകട്ടെ 74,686 വോട്ടിനായിരുന്നു. ഈ പുതിയ 1,00,000 വോട്ടുകൾ എങ്ങനെ വന്നു എന്ന് തൃശൂർ അതിരൂപത മുഖമാസികയായ കത്തോലിക്ക സഭയിലെ ലേഖനം ചോദിക്കുന്നു. തൃശൂരിന് പുറത്തുള്ള 1,00,000-ഓളം ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിത്തിരുകയാണ് ഈ വിജയം നേടിയതെന്ന് കത്തോലിക്ക സഭയിലെ ലേഖനം ആരോപിക്കുന്നു. UDF-ന്റെയും LDF-ന്റെയും മണ്ഡലത്തിലെ സംഘടനാ ദൗർബല്യം മനസ്സിലാക്കി RSS നടത്തിയ ആസൂത്രിത നീക്കമാണ് ഈ വോട്ടുകൊള്ള എന്ന് ലേഖനം ആരോപിക്കുന്നു. വോട്ടർ പട്ടികയിലെ ഈ കൊള്ള തിരിച്ചറിയാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും സുരേഷ് ഗോപി നടത്തിയ യാത്രകൾ RSS ആസൂത്രണം ചെയ്തതാണ്. ഇങ്ങനെ പുകമറയുണ്ടാക്കി ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് മറഞ്ഞുവെന്ന തെറ്റായ പ്രചരണം ഇപ്പോഴും RSS നടത്തുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ചില മെത്രാൻമാരും സാമുദായിക നേതാക്കന്മാരും RSSന്റെ കെണിയിൽ വീണു. കാസ കുത്തിവെക്കുന്ന വിഷബീജത്തിന്റെ ഉറവിടം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഇവരോട് കഷ്ടം എന്നാണ് പറയാനുള്ളതെന്നും ലേഖനം വിമർശിക്കുന്നു. ഇതിനു പുറമെ കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിന് ദീപികയ്ക്കു പിന്നാലെ തൃശൂർ അതിരൂപതയുടെ മുഖപത്രവും വിമർശനവുമായി രംഗത്തെത്തി. സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയതയാണെന്ന് കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം വിമർശിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് നിരപരാധികളെ കുടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം. ഇതെടുത്ത് മിഷണറിമാർക്ക് നേരെ ഉപയോഗിക്കുകയാണെന്നും കത്തോലിക്ക സഭ വിമർശിക്കുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതിവ്യവസ്ഥയും ദാരിദ്ര്യവും കാണാതെ മിഷണറിമാരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നത് എന്തിനെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി തലവനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് കത്തോലിക്ക സഭാ മാസിക പ്രസിദ്ധീകരിക്കുന്ന തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്. അക്കിക്കാവ് കരിക്കാട് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. പഴഞ്ഞി റോഡിൽ കരിക്കാട് സെന്ററിന് സമീപത്ത് ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പരിക്കേറ്റ കരിക്കാട് ചോല സ്വദേശി പണിക്ക വീട്ടിൽ 40 വയസ്സുള്ള അലിയെ നാട്ടുകാർ ചേർന്ന് കരിക്കാട് നന്മ ആംബുലൻസിൽ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. സെപ്റ്റംബർ 26-ന് ചേരുന്ന ആത്മാഭിമാന സംഗമത്തിന്റെ ഭാഗമായി രൂപീകരിച്ച സംഘാടക സമിതി യോഗം കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി MP പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി യൂണിയൻ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, കർഷക തൊഴിലാളി യൂണിയൻ കാട്ടകമ്പാൽ വില്ലേജ് സെക്രട്ടറി സന്തോഷ് കൊളത്തേരി, എക്സിക്യൂട്ടീവ് അംഗം MA കുമാരൻ എന്നിവർ സംസാരിച്ചു.
51 അംഗ സംഘാടക സമിതി ചെയർമാനായി VK ബാബുരാജ്, കൺവീനറായി സന്തോഷ് കൊളത്തേരി, ട്രഷററായി കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ എന്നിവരെ തെരഞ്ഞെടുത്തു. അകലാട് മൂന്നേനിയിൽ മുക്കുപണ്ടം പണയം വെച്ച് 5.5 ലക്ഷം രൂപ തട്ടിയ കേസിൽ 6 പേർ പിടിയിൽ. സ്വകാര്യ പണ്ടം പണയ സ്ഥാപനത്തിൽ നിന്നാണ് സംഘം വിവിധ ദിവസങ്ങളിലായി പണം തട്ടിയത്. പുന്നിയൂർ അകലാട് താഴത്തുവീട്ടിൽ ഹംസക്കുട്ടി, ഭാര്യ കുന്നത്തുവീട്ടിൽ ഷീന, അകലാട് മുള്ളത്തുവീട്ടിൽ കബീർ, രാമി വീട്ടിൽ മുഹമ്മദ് ഹനീഫ, ചെറുനമ്പി വീട്ടിൽ ഇർഫാത്ത്, ചാലിൽ അഫ്സൽ എന്നിവരെയാണ് വടക്കേക്കാട് SHO MK രമേശിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രധാന പ്രതി അകലാട് ചാലിൽ ഇസ്ഹാഖ് ഒളിവിലാണ്. വ്യാജമായി 916 ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുള്ള 1 പവൻ വീതം തൂക്കമുള്ള 10 വളകളാണ് ജൂലൈ 4 മുതൽ ഓഗസ്റ്റ് 13 വരെയുള്ള ദിവസങ്ങളിലായി പണയം വെച്ചിട്ടുള്ളത്. അഫ്സൽ 3 തവണയും ഇർഫാത്ത്, ഹനീഫ എന്നിവർ 2 തവണയും മറ്റുള്ളവർ ഓരോ തവണയും എത്തിയാണ് വ്യാജ സ്വർണം നൽകിയിട്ടുള്ളത്. ഒളിവിലുള്ള ഇസ്ഹാഖാണ് പ്രതികൾക്ക് ആഭരണം എത്തിച്ചു നൽകിയത്. പണയം വെക്കാൻ അവസാനമെത്തിയ ഹംസക്കുട്ടി നൽകിയ ആഭരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മുക്കുപണ്ടവുമാണ് എന്ന് തെളിഞ്ഞത്. തുടർന്ന് പണയത്തിനുള്ള മറ്റ് ആഭരണങ്ങൾ കൂടി പരിശോധിച്ചു. വ്യാജ സ്വർണത്തിൽ VJ എന്നാണ് മുദ്ര പതിപ്പിച്ചിട്ടുള്ളത്. വളകൾക്ക് ഒരേ ഡിസൈനും ശരാശരി തൂക്കം കൃത്യമായതുമാണ് സംശയത്തിനിടയാക്കിയതെന്ന് പറയുന്നു. മറ്റു പണ്ടം പണയം സ്ഥാപനങ്ങളിലും സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി SHO പറഞ്ഞു. SIമാരായ PB ബാബു, PA സുധീർ, C ബിന്ദുരാജ്, CN ഗോപിനാഥൻ, ASI TK ഷിജു, രജനീഷ്, റോഷ്നി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആൽത്തറയിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പുന്നൂർക്കുളം, പുന്നിയൂർ, വടക്കേക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധം KPCC സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പുന്നൂർക്കുളം മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ AM അലാവുദ്ദീൻ, P ഗോപാലൻ, അജയകുമാർ, P രാജൻ, KK ഷുക്കൂർ, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന കുപ്രസിദ്ധ ഗുണ്ട ജുബൈർ ഉൾപ്പെടെ 2 പേർ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. ജുബൈറിന് പുറമെ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷിനെയാണ് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കൂട്ടുപ്രതിയായ ആറങ്ങോട്ടുകര സ്വദേശി രാജേഷിനൊപ്പം ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു ജുബൈർ. 1 മാസം മുൻപ് തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച പോലീസ് വിരിച്ച വലയിൽ വീണ ജുബൈർ സ്ഥലത്തുനിന്ന് പോലീസിനെ കബളിപ്പിച്ച് വാഹനം ഉപേക്ഷിച്ച ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്നു. ഇതിനിടെ ചൊവ്വാഴ്ച ജുബൈറും രാജേഷും തിരികെ നാട്ടിലെത്തുന്ന രഹസ്യവിവരം പോലീസിന് ലഭിച്ചിരുന്നു. ചെർപ്പുളശ്ശേരിയിലെ പേങ്ങാട്രി എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. പോലീസ് പിടിയിൽ നിന്ന് മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ജുബൈറിന്റെ കാലിന് പരിക്കേറ്റു. വിവിധ കേസുകളിലെ പ്രതിയായ ജുബൈറിനെതിരെ കാപ്പ വകുപ്പ് നിലവിലുള്ളപ്പോൾ തന്നെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന വധശ്രമ കേസിലും പ്രതിയാണ്. സഹോദരൻ ജുനൈദും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതിനാൽ ചാലിശ്ശേരി പോലീസ് കാപ്പയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, SI ശ്രീലാൽ, DYSP സ്ക്വാഡ് അംഗങ്ങളായ ASI അബ്ദുൾ റഷീദ്, SCPO സജിത്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ റിയാസ്, നൌഷാദ് ഖാൻ, ഷൻഫീർ, രാജേഷ്, മിജേഷ്, രഞ്ജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ സാഹസികമായി പിടികൂടിയത്. കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് ട്രോളി വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹർ മുഖ്യാതിഥിയായി. മെമ്പർമാരായ KS ഇന്ദു, പ്രമീള രാജൻ, ഷാജൻ മാസ്റ്റർ, ഖദീജ ഹസൻ, യദു കൃഷ്ണൻ, രാജി സോമൻ, അബ്ദുൾ റഷീദ്, സുധീർ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഹരി, ഹെൽത്ത് ഇൻസ്പെക്ടർ അൽതാഫ് സി, നീന, അസിസ്റ്റന്റ് സെക്രട്ടറി സുജ എന്നിവർ സംസാരിച്ചു. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസ് കാഞ്ഞിരക്കോട് സ്വദേശികളായ 3 പേരെ വനപാലകർ അറസ്റ്റ് ചെയ്തു. വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുൻ, മങ്കാത്ത് വീട്ടിൽ 54 വയസ്സുള്ള ശിവൻ, മനവളപ്പിൽ വീട്ടിൽ 65 വയസ്സുള്ള മുരളീധരൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B അശോക് രാജിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. പന്നിവേട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ ദേശമംഗലം സ്വദേശിയായ പല്ലൂർ കിഴക്കേതിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെ നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്നു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതികൾ അറസ്റ്റിലായത്. അറസ്റ്റിലായ മിഥുൻ കാഞ്ഞിരക്കോട് സെന്ററിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും
മുരളീധരൻ കേരള സർവകലാശാലയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനുമാണ്. പ്രതികളെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘത്തിൽ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർമാരായ മുജീബ്, ഗണേഷ് കുമാർ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ വി.ആർ. അനിൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സൈജൻ, കെ.പി. സുമേഷ്, അലസ്റ്റിൻ തോമസ്, പ്രവീൺ, ഹക്കീം, റഹീം, ഷിഫ്ന, വർഗീസ് എന്നിവരും ഉണ്ടായിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഇനിയുമുണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൂണ്ടൽ യൂണിറ്റ് സമ്മേളനം വ്യാഴാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് ചൂണ്ടൽ വ്യാപാര ഭവനിൽ നടക്കുന്ന 29ാം വാർഷിക സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ.വി. അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി N.R. വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ ട്രഷറർ ജോയ് മൂത്തോൻ മുഖ്യാതിഥിയാകും. ജില്ലാ സെക്രട്ടറി C.L. റാഫേൽ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്യും. യൂണിറ്റ് ജനറൽ സെക്രട്ടറി C.D. ജോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ C.L. ജോസഫ് വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചവരെ സംഘടനയിൽ അംഗങ്ങളായവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ മുടക്കമായിരിക്കും. ചൂണ്ടൽ പഞ്ചായത്തിലെ അംഗൻവാടികളിലേക്ക് മിക്സി വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാർ പരിഷ്കരിച്ച ഭക്ഷണ മെനു പ്രകാരം വിദ്യാർത്ഥികൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി അംഗൻവാടികളിലേക്ക് മിക്സി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ 1,20,000 രൂപ വകയിരുത്തിയാണ് മിക്സികൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് P.T. ജോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജൂലറ്റ് വിനു, ICDC സൂപ്പർവൈസർ ഷൈനി, പഞ്ചായത്ത് അംഗങ്ങളായ P.S. സന്ദീപ്, K.T. ബാലകൃഷ്ണൻ, അഞ്ജു പ്രേമദാസ്, T.P. പ്രജീഷ്, സ്മിത ഷാജി, V.P. ലീല, നാൻസി ആന്റണി, മാഗി ജോൺസൺ എന്നിവർ സംസാരിച്ചു. അംഗൻവാടികൾ രുചികരവും സ്വാദിഷ്ടവുമായ ഭക്ഷണങ്ങളായ ബിരിയാണി, പുട്ട്, ഇല അട, ഇഡ്ഡലി, റാഗി ലഡു, പാല്, മുട്ട, നേന്ത്രപ്പഴം തുടങ്ങിയ വിവിധയിനം രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് എല്ലാ ദിവസവും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നത്. ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ആൽബമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ് പാത്രമംഗലം ചുങ്കത്ത് വീട്ടിൽ ഫ്രാൻസിസ്. എരുമപ്പെട്ടിയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് ഷോപ്പിന്റെ ഉടമയായ ഫ്രാൻസിസ് പത്രവാർത്തകൾ വെട്ടിസൂക്ഷിക്കുന്നത് 18 വർഷമായി തുടർന്നു വരുന്ന ഹോബിയാണ്. അങ്ങനെ 18 വർഷത്തെ കളക്ഷൻസുകളുണ്ട്. അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ മറ്റേ ബന്ധങ്ങൾ, മറ്റേ വയനാട് ദുരന്തം, കൗതുകം, ആശ്ചര്യം, സങ്കടം, ദുരന്തം, ഉൾക്കാഴ്ചകൾ തുടങ്ങിയ വാർത്തകൾ വേർതിരിച്ച് പ്രത്യേകം ഫയലുകളിലാണ് സൂക്ഷിക്കുന്നത്. ഓരോ ആൽബത്തിനും വിഷയത്തിനനുസൃതമായ പേരുകളും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിന്റെ നേർക്കാഴ്ചകളായ വാർത്തകളും ചിത്രങ്ങളും പ്രത്യേകം ആൽബമാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപകടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ, ഒരിക്കലും ജീവിതത്തിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ചില ചിത്രങ്ങൾ പത്രത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കളക്ഷനാണ് സാധാരണ കട്ട് ചെയ്ത് വെക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധക്കെടുതികളുടെയും വാർത്തകളും ചിത്രങ്ങളും ആൽബത്തിലുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാർത്തകളും ചിത്രങ്ങളുമാണ് ഫ്രാൻസിസിന്റെ ശേഖരത്തിലുള്ളത്. പേജുകൾ കേടുവരാതിരിക്കാൻ ലാമിനേറ്റ് ചെയ്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. കടങ്ങോട് GLP സ്കൂളിലെ ശാസ്ത്രമേളയും കലോത്സവവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. ചലച്ചിത്ര താരം VG പ്രകാശ് വിശിഷ്ടാതിഥിയായി. PTA പ്രസിഡന്റ് MM ജസീന, MPTA പ്രസിഡന്റ് VM സുനിത, പ്രധാനാധ്യാപിക VG പ്രമീള, SRG കൺവീനർ ES ലിജി, സ്കൂൾ ലീഡർ CR ഹരിവ്യാസ്, കലാമേള കൺവീനർ കവിത എന്നിവർ സംസാരിച്ചു. പോഷകമാസാചരണം ചൊവ്വന്നൂരിൽ പ്രത്യേക ബോധവൽക്കരണത്തിന് തുടക്കമായി.
സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റും സംയോജിത ശിശുവികസന വകുപ്പിന്റെ ചൊവ്വന്നൂർ അഡീഷണൽ ബ്ലോക്കും ചേർന്ന് നടത്തുന്ന പോഷക മാസാചരണത്തോടനുബന്ധിച്ചുള്ള പോഷൺ മാഹ് പ്രത്യേക ബോധവൽക്കരണത്തിന് ചൊവ്വന്നൂരിലെ KR നാരായണൻ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ തുടക്കമായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുമനാഫ്, FPA അജിത് ഷേർ, ICDS ചൊവ്വന്നൂർ അഡീഷണൽ CDPO ജയശ്രീ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CBC റിസോഴ്സ് ടീം മെമ്പർ ബിഞ്ചു ജേക്കബ് എന്നിവർ സംസാരിച്ചു. പോഷകാഹാര മത്സരത്തിലെ വിജയികൾക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉപഹാരങ്ങൾ കൈമാറി. സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യം, ആധാർ സേവനങ്ങൾ, തപാൽ വകുപ്പിന്റെ വിവിധ നിക്ഷേപ സേവന പദ്ധതികളിൽ ചേരുന്നതിനുള്ള സൗകര്യം എന്നിവ ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലാപരിപാടികളും അരങ്ങേറി. വ്യാഴാഴ്ച സമാപിക്കും. വടക്കേക്കാട് പഞ്ചായത്തിലെ 12ാം വാർഡിലെ വീട്ടിപ്പറമ്പിൽ കുളം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് മെമ്പർമാരായ കുഞ്ഞു മുഹമ്മദ് തെക്കുമുറിയിൽ, ഷൈനി എന്നിവർ സംസാരിച്ചു. കുളത്തിന് സ്ഥലം നൽകിയ ബഷീർ വീട്ടിപ്പറമ്പിൽ, മുൻ മെമ്പർമാരായ സാബിറ രാങ്ങത്ത്, ലൈല വീട്ടിപ്പറമ്പിൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസ VM, നാട്ടുകാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട നിയമസഭയ്ക്ക് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തുന്ന കോൺഗ്രസ് MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് മെമ്പർ MM സലീം, പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന ആസിസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവർ സംസാരിച്ചു. NK കബീർ, K ഗോവിന്ദൻകുട്ടി, സുധീഷ് പറമ്പിൽ, ഫ്രിജോ വടക്കൂട്ട്, നജീബ് കൊമ്പത്തയിൽ, സുന്ദരൻ ചിറ്റണ്ട തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ 9.5 വർഷക്കാലമായി നമ്മുടെ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പോലീസിന്റെ നരനായാട്ട്, ആ നരനായാട്ടിന് ഇരയാകേണ്ടി വന്നത് നമ്മുടെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരനാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, ഉപജീവനത്തിന് വേണ്ടി ശാന്തിപ്പണി ചെയ്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്തത് കുന്നംകുളത്തിന്റെ MLA ആയ AC മൊയ്തീനെതിരെ ശക്തമായ സമരം നയിച്ചതിൻ്റെ പേരിലാണ് എന്നറിയുമ്പോഴാണ് ഈ പീഡനം ശ്രീ പിണറായി വിജയന്റെ ആഭ്യന്തരത്തിന് കുഴലൊത്ത് നടത്തുന്ന AC മൊയ്തീൻ അടക്കമുള്ള CPM-ന്റെ പിണിയാളുകൾക്ക് വേണ്ടി നടത്തിയ നരനായാട്ടായിരുന്നു. കോട്ടയം ബസേലിയസ് കോളേജ് ആതിഥേയത്വം വഹിച്ച 19ാമത് ബസേലിയൂസ് ട്രോഫി ഓൾ കേരള ഇന്റർ കോളേജിയറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ പഴഞ്ഞി MD കോളേജ് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ SH തേവരയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നേട്ടം. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള 12 പ്രമുഖ കോളേജുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘം കേരളം ഓസോൺ ദിനാചരണം 2025ന്റെ ഭാഗമായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ JRC ക്ലബിന്റെ സഹകരണത്തോടെ നടന്ന ചടങ്ങുകളുടെ ഔപചാരിക ഉദ്ഘാടനം കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ K മണികണ്ഠൻ നിർവഹിച്ചു. കരീം പന്നിത്തടം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. പ്രധാന അധ്യാപിക KK മഞ്ജുള ഓസോൺ ദിന സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം കേരളം തൃശൂർ ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. സംസ്ഥാന കോർഡിനേറ്റർ ഷാജി N തോമസ് ക്വിസ് മത്സരങ്ങൾ നടത്തി. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂളിലെ JRC ക്ലബ് കൺവീനർ TR ഷീബ സ്വാഗതവും സയൻസ് ക്ലബ് കൺവീനർ TR ആശ നന്ദിയും പറഞ്ഞു. ഓസോൺ സന്ദേശ റാലിയും ഭൂമിക്കൊരു കവചം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ വട്ടത്തിൽ കുട നിവർത്തി പ്രതിജ്ഞയെടുക്കലും നടന്നു. ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗുരുവായൂർ SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം തുടങ്ങി. ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, അഷ്ടോത്തര നാമാവലി, ഭജനാവലി എന്നിവയും ഉണ്ടായിരുന്നു. യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. PS അജീവൻ അധ്യക്ഷത വഹിച്ചു. ശിവഗിരി മഠം ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. PP സുനിൽകുമാർ, CA സുഗതൻ, PK മനോഹരൻ, രമണി ഷൺമുഖൻ, MA ചന്ദ്രൻ, AS വിമലാനന്ദൻ, KK രാജൻ എന്നിവർ സംസാരിച്ചു. 17 മുതൽ 21 വരെയാണ് ചടങ്ങുകൾ ഉണ്ടാവുക. വിദ്യാഭ്യാസം, ശുചിത്വം,
ഭക്തി, സംഘടന, കൃഷി എന്നീ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് ഓരോ ദിവസത്തെയും പ്രഭാഷണങ്ങൾ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,240 രൂപ, സ്വർണം പവന് 81,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 136 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഇടയശ്രേഷ്ഠന് വിട. തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. അന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് 2:50 ജൂബിലി മെഡിക്കൽ മിഷൻ കോളേജിൽ. വിടവാങ്ങുന്നത് സൗമ്യമായ പെരുമാറ്റത്തിലൂടെ സഭയുടെയും പൊതുസമൂഹത്തിന്റെയും പ്രിയങ്കരനായ ഇടയശ്രേഷ്ഠൻ. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തി. ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസമാണ് കാലാവധി. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷം സെപ്റ്റംബർ 30 രാത്രി ചുമതലയേൽക്കും. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പാർട്ടിയും മുന്നണിയും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കെ മുരളീധരൻ. ശുചിത്വത്തിന്റെ പേരിലുള്ളത് രാഷ്ട്രീയമായ കേസുകളെന്നും മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്ത എല്ലാവർക്കുമെതിരെയും കേസുകളുണ്ടെന്നും മുരളീധരൻ. സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ അതിരൂപത. മുഖപത്രികയായ കത്തോലിക്ക സഭയുടെ സെപ്റ്റംബർ ലക്കത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ MA ജോൺസൺ എഴുതിയ ലേഖനത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ട് കൊള്ളയിലൂടെ എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി അതിരൂക്ഷ വിമർശനം. RSS നടത്തിയ ഗൂഢതന്ത്രത്തിൽ മെത്രാൻമാർ വരെ വീണുപോയെന്നും ലേഖനം. കുട്ടികൾക്ക് ഇനി ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട. എരുവപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ചു നൽകിയ UV പ്ലാന്റിന്റെയും വാട്ടർ വെസലിന്റെയും ഉദ്ഘാടനം നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കാണിപ്പയ്യൂർ പുലിയത്തുഞ്ഞാലിൽ കണ്ടൻ മകൻ കേശവന്റെ 10ാമത് ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രാർത്ഥനയോടെ കുടുംബാംഗങ്ങൾ.